അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡൊക്കെ നമുക്ക് മറന്നു പോയാൽ അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ വിശദമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോയും അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇനിയൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സംഗതികളൊക്കെ സിമ്പിളായി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അത് എങ്ങനെ, ഏത് രീതിയിൽ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ടെക് പരമായ വീഡിയോകളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് നമ്മളുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട് ഒരൊറ്റ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണോ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി കൊണ്ട് തന്നെ നമ്മളിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല തിരക്കുകളുള്ളവരായിരിക്കാം. അതേപോലെ തന്നെ പല സിറ്റുവേഷനിൽ നമ്മൾ പല ഇമെയിൽ ഐ ഡികൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡുകളൊന്നും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല. പൊതുവേ എല്ലാവരും അതേപോലെ തന്നെയാണ്, ഞാനും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഓരോ തിരക്കുകൾക്കിടയിൽ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കയറാൻ വേണ്ടി പുതിയ പുതിയ ഇമെയിൽ ഐ ഡികൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ മറന്നു പോകും. നമ്മൾ അതിന് കൊടുത്ത പാസ്വേഡ് എന്താണ്, അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്താണ്, ഇമെയിൽ ഐ ഡിക്ക് കൊടുത്ത നെയിം എന്താണ് എന്നൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ റിക്കവറി ചെയ്തെടുക്കാം, അങ്ങനെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിക്കവറി ചെയ്തെടുക്കണമല്ലോ. നമ്മളൊരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മളതിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അതിൽ ഇൻസ്റ്റാഗ്രാം ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മറ്റു പല ആപ്ലിക്കേഷനുകളും നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇമെയിൽ ഐ ഡി തീർച്ചയായിട്ടും നമുക്ക് ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറന്നു പോയാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെ ലഭിക്കും, അതിനുള്ള ട്രിക്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലാണ് ഇത് നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡി റിക്കവർ ചെയ്ത് കിട്ടുക, അത് റിക്കവറി ചെയ്ത് കിട്ടുന്ന സമയം എത്രയാണ്, അതിന് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പല തിരക്കുകളും ഉള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു ഫലമുണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഇതിൽ പറയുന്ന മൊത്തം കാര്യങ്ങളും നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡി റിക്കവർ ചെയ്തെടുക്കാൻ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതല്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ കുറച്ച് ക്ഷമയായിട്ടിരുന്ന് വീഡിയോ മൊത്തമായിട്ടും കണ്ട് അതിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഒരു പോയിൻ്റ് പോലും വിടാതെ നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണോ വീഡിയോ സെർച്ച് ചെയ്തത് ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തമായിട്ടും വീഡിയോ കാണുക. അതിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡിയൊക്കെ നമുക്ക് റിക്കവറി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കതിന് കുറച്ചൊന്ന് മെനക്കെടണം. ചിലപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് മെനക്കെട്ടാൽ നമുക്ക് നമ്മൾ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ
പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ചില ആപ്ലിക്കേഷനുകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫോണിൽ സിമ്പിളായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യുക എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അതേപോലെ ഒക്കെ ഇമെയിൽ ഐ ഡിയുടെ നെയിമൊക്കെ നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്കത് റിക്കവറി ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു വിശദ വീഡിയോ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ അത് എന്തൊക്കെ ചെയ്താൽ നമുക്കത് എളുപ്പത്തിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, അത് ഏത് രീതിയിലൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വളരെ വിശദമായ വീഡിയോ ആണ്. എല്ലാവരും ശരിക്കും എല്ലാം ഭാഗവും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യുവാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു സിമ്പിളായ ഒരു ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലൊന്നും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ആദ്യം നിങ്ങളിലേക്ക് എത്തും. യൂട്യൂബിൻ്റെ അപ്ഡേറ്റും അതുപോലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ക്രോം ബ്രൗസറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾക്ക് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. നമുക്ക് ആദ്യം നമ്മളുടെ ഇമെയിൽ ഏതാണോ ആ ഇമെയിൽ ഒന്ന് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇമെയിൽ ഞാനിവിടെ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫുൾ ഇമെയിൽ ഐ ഡിയുടെ ഫുൾ നെയിം ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മറന്നു പോയത് ഇതിൻ്റെ ഇമെയിൽ ഐ ഡിയുടെ നെയിമല്ല, പാസ്വേഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നിലവിൽ ഞാനിതിൻ്റെ പാസ്വേഡ് മറന്നു പോയത് കൊണ്ട് എനിക്ക് ഒരു ഓർമ്മയിൽ കിട്ടുന്ന ഒരു പാസ്വേഡ് ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് പിന്നെ വരുന്നത്. നമുക്ക് ടാബ് യെസ് ഓൺ യുവർ ഫോൺ ഓർ ടാബ്ലറ്റ് ഡിവൈസ് ബി റീച്ച് റൈറ്റ് നൗ. അതായത് നമുക്ക് നമ്മളുടെ ഈ ഇമെയിൽ ഐ ഡി നമ്മൾ ഏതിലെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും മൊബൈലിലോ അതല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഏതെങ്കിലും മൊബൈലോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ലോഗിൻ ചെയ്ത ഫോണിലേക്ക് നമുക്കൊരു മെസ്സേജ് വരുന്നതാണ്, ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും, ഐ ആം ഇൻ യെസ് എന്നുള്ള ഒരു ഓപ്ഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തെടുക്കാവുന്നതാണ്. പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് വൈഫൈ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. മൂന്നാമത്തേത് നമുക്ക് ഈ ഫോൺ നമ്പർ നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക്
ഒരു നമുക്കൊരു കോൾ വരും. ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെരിഫിക്കേഷൻ പിന്ന് അവർ പറഞ്ഞു തരുന്നതാണ്. ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഇത് വരുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ഓപ്ഷനാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്. ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും നല്ല വിശദമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തും. അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ചെയ്താലാണ് നമുക്ക് കാര്യങ്ങൾ റെഡിയായി കിട്ടുക, എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒരു കാര്യവും ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് അവർ പിന്നെ വാട്സപ്പിലൂടെ ചോദിക്കും, നിങ്ങൾ തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞു തരുന്നത്, നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ അല്ലേ നൽകുന്നതെന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ അങ്ങനെ വാട്സപ്പിലൂടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% അത് നിങ്ങൾക്ക് വിജയകരം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം കേട്ട് പകുതി ഭാഗം കേൾക്കാതെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ജയ് ഹിന്ദ്.